ഞങ്ങളിന്ന് ദുബൈയിലേക്ക് തൃശ്ശൂർ പൂരം കാണാൻ പോവാണ്. അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ദുബൈയിലെ എവിടെയാണ് ഈ തൃശ്ശൂർ പൂരം നടക്കുന്നത്? എവിടെയല്ല, ക്രസൻറ്റ് സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അത് ഗ്രാൻഡ്മ ഗുരുവായൂരിൻ്റെ സീസൺ 4 ഒരു മുത്തശ്ശി കഥ എന്ന പ്രോഗ്രാമാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ഞങ്ങളെ കൂടെ പോരെ, ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കൊരു തൃശ്ശൂർ പൂരം കണ്ടൊരു ഫീല് കിട്ടും. ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ്. ചെയ്യുകയാണ്. നമുക്ക് പതാക ഉയർത്തൽ ചടങ്ങിന് കൊടിയേറ്റൽ നടത്തേണ്ടതുണ്ട്. അണിയിച്ചൊരുക്കുന്ന ഗ്രാമോത്സവത്തിന്റെ കൊടിയേറ്റം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും എത്ര മനോഹരമായ ഒരു കാഴ്ചകളെ നമ്മുടെ ഗജരാജന്റെ പോലെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അണിഞ്ഞു നിൽക്കുന്ന ഗ്രാൻഡ്മയുടെ കുന്തമുനകൾ. കൊടിയേറ്റം നടന്നിരിക്കുകയാണ്. കൊടിയേറ്റിന് ശേഷം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇത് പഞ്ചവാദ്യം തുടങ്ങാൻ പോവുകയാണ്. മേളം പ്രിയരെ, ഇതാ വേദിയിലോട്ട് കടന്നു വരും. ഗ്രൗണ്ടിന്റെ മുന്നിലോട്ട്, ഗജരാജ പ്രതിഭയുടെ മുന്നിലോട്ട്, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ മുന്നിൽ ഇതാ മേളക്കാർ അണി നിന്നിരിക്കുകയാണ്. ദുബായിലെ മേളക്കാരുടെ പ്രിയപ്പെട്ട ഒരു ടീമായ ഭരതം ദുബായ് അവരുടെ കലാകാരന്മാരണി നിൽക്കുന്ന പഞ്ചവാദ്യത്തിനാണ് നമ്മൾ ഈ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.
We are wholeheartedly welcoming our Honorable Minister for Sports, Waqaf and Hajj, Shri V. Abdul Rahman, onto this inaugural function of Grandma Guruvayur Gramolsavam Season 4. ഏറെ സ്നേഹത്തോടെ ഗ്രാൻമയുടെ ഈ ഇനോഗ്രൽ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് രക്ഷാധികാരി ശ്രീ അബ്ദുൽ നാസർ. പ്രിയപ്പെട്ടവരെ, ഗ്രാമോത്സവം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഗ്രാൻമയുടെ പേരിൽ സ്വാഗതം പറയുന്നു. അതോടൊപ്പം നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള കായിക വഖഫ് വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൾ റഹ്മാൻ, CK കുമാരൻ അവാർഡിന് അർഹനായ കമറുദ്ദീൻ ആമയം, അതുപോലെ ജനറൽ സെക്രട്ടറി, പ്രോഗ്രാം കൺവീനർ രക്ഷാധികാരി നാസർക്ക, അതുപോലെ ട്രഷറർ ഇംതിയാസ് ക, വനിതാ വിഭാഗം കൺവീനർ ശ്രീ ഷിബായു, അതുപോലെ ക്ഷണിച്ചും കേട്ടറിഞ്ഞും ഞങ്ങളോടൊപ്പം നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഗ്രാൻമ ഗുരുവായൂരിന്റെ നീണ്ട 19 വർഷത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന ഗ്രാമോത്സവം സീസൺ 4 ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. നീണ്ട 3-4 വർഷങ്ങൾക്ക് മുന്നേ വളരെ ചെറിയ ഒരു അംഗസംഖ്യ ഉണ്ടായിരുന്ന ഞങ്ങൾ ഇത്ര വലിയൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പലരും വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ നിന്നെല്ലാം അത് അവർ ചെയ്തത് നന്നായി എന്ന് പറയിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഗ്രാമോത്സവം സീസൺ 4-ലെത്തി. സീസൺ 3 വരെ കൃത്യമായൊരു സംവിധാനമില്ലാതെയാണ് ഞങ്ങൾ തന്നെയാണ് നടത്തിയിരുന്നത്. അതിനിടയിലുള്ള ചർച്ചകൾക്ക് ഒടുവിലാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട ശ്രീ ഷാബുവിനെ ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കൃത്യം 8 മണിക്ക് സ്പെഷ്യൽ ന്യൂസുമായി ഷാബു എന്ന് പറഞ്ഞ് നമ്മൾ എന്നും കേൾക്കുന്ന ഷാബുവിന്റെ സംവിധാനത്തിലാണ് ഗ്രാമോത്സവം സീസൺ 4 അരങ്ങേറുന്നത്. ആ അരങ്ങേറുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അതിന് കൃത്യമായിട്ടുള്ളൊരു സംവിധാനം നമുക്കുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഗ്രാൻമ ചെറുതും വലുതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി UAE-യിലും നാട്ടിലും നമ്മളുടേതായ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് UAE-യിലും സാംസ്കാരിക തലത്തിലും ഗ്രാൻമയുടേതായ ഒരു പ്രാദേശിക കൂട്ടായ്മയാണെങ്കിൽ കൂടിയും UAE-യിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടായ്മയായി നമുക്ക് വളരുവാൻ സാധിച്ചിട്ടുണ്ട്. കൃത്യമായും അതും ആസൂത്രണത്തിന്റെയും നേതൃത്വത്തിന്റെയും ഞങ്ങളുടെ അംഗങ്ങളുടെ കൂട്ടമായ ഒരു പ്രവർത്തനത്തിന്റെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ്. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും മറ്റും ഏറ്റുപിടിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യം നിർവഹിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാം കൺവീനർ നിസാർ ചുള്ളിലിനെ 2 വാക്കുകൾ സംസാരിക്കാനായി ക്ഷണിക്കുന്നു. ഗ്രാൻമയുടെ ട്രഷറർ ശ്രീ ഇംതിയാസ് എട്ടി, അതുപോലെ ഗ്രാൻമയ്ക്ക് എന്നും പ്രചോദനവും ഗ്രാൻമയുടെ ബാക്ക് ബോണുമായിട്ട് നിലകൊണ്ടിരിക്കും ശ്രീ വി അബ്ദുൾ റഹ്മാൻ സാഹിബ്, അതുപോലെ തന്നെ ഗ്രാൻമയുടെ വനിതാ വിഭാഗം കൺവീനർ ശ്രീ ഷീബ അയ്യൂബ്, പ്രത്യേകിച്ച് നമ്മുടെ ഇത്തരം വലിയൊരു പരിപാടി നടത്താൻ നമ്മോടൊപ്പം സഹകരിച്ച്
ഇതിന്റെ പ്രായോജകരായിട്ട് നിലകൊണ്ട് നമ്മോട് കൂടെ നിന്നിട്ടുള്ള ഒട്ടനവധി സ്പോൺസേഴ്സ് ഉണ്ട്. 2.5-3 മാസത്തോളമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി, ഇത്രയും വലിയ ജനാവലി പങ്കെടുക്കുന്ന ഒരു വലിയൊരു പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കാനായിട്ടുള്ള വലിയൊരു പ്രയത്നം ഇതിന്റെ ബാക്കിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരെയും, അതിൽ നമ്മളെ ഗ്രാൻമയുടെ പ്രവർത്തകർ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്യുകയാണ്. NTVയുടെ ചെയർമാൻ ശ്രീ മാത്തിക്കുട്ടി കുറച്ച് ലേറ്റായെങ്കിലും നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ വി അബ്ദുൾ റഹ്മാൻ. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വളരെ വ്യത്യസ്തമായ ഒരു സാംസ്കാരിക പരിപാടിയിലാണ് നമ്മളെല്ലാം ഉള്ളത്. ഗ്രാൻമ എന്ന സംഘടന നമ്മുടെ നാട്ടിന്റെ ഗ്രാമാന്തരീക്ഷം പ്രവാസി സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ ഏറ്റവും പ്രയോജനപരമായിട്ടുള്ള ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിന്റെ സംഘാടകർ കഴിഞ്ഞ 4 വർഷമായി എടുക്കുന്ന ഒരു എഫർട്ട് സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒന്നാണ്. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, പതിറ്റാണ്ടുകൾ നീണ്ട സഹവർത്തിത്വവും പ്രവാസി മലയാളികൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു ജനതയുള്ള ഒരു പ്രദേശം കൂടിയാണ് ദുബായ് അടക്കമുള്ള ഈ എമിറേറ്റ്സ്.